സർക്കാർ നിർദ്ദേശപ്രകാരമാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. കേസ് ആദ്യം അന്വേഷിച്ച സെൻട്രൽ സ്റ്റേഷനിലെത്തി ക്രൈംബ്രാഞ്ച് SP മധു നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കേസ് ഡയറി ഏറ്റുവാങ്ങുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, FIR, റിമാൻഡ് റിപ്പോർട്ട് എന്നിവ കേസ് ഡയറിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു, അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. ഈ സ്റ്റേജിൽ ഇപ്പോൾ വേറെ ഒന്നും പ്രത്യേകിച്ച് അറിയിക്കാനില്ല. കേസ് ഏറ്റെടുത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക യോഗം ചേർന്നു. മരണവുമായി ബന്ധപ്പെട്ട് ക്രോണിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ ചോദിക്കാനും ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നുണ്ട്. ക്രൈം DYSP ശശിധരനാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതിനിടെ മിഷേലിന്റെ മാതാപിതാക്കളുടെ പരാതി വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ പറഞ്ഞു. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ ആയാലുമല്ല, ചിലപ്പോൾ മരണം തന്നെ ഒഴിവാക്കാമായിരുന്ന ഇവരെ കിട്ടിയിരുന്നെങ്കിൽ അതൊക്കെ നടക്കുമായിരുന്നു. പെൺകുട്ടികൾ കാണാതാകുന്ന പരാതികളിൽ പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കണമെന്നും ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പറഞ്ഞു. ഇന്നലെ റിമാൻഡ് ചെയ്ത പ്രതി ക്രോണിയുടെ ജാമ്യാപേക്ഷ കോടതി വൈകുന്നേരം പരിഗണിക്കും. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി.